ഹലോ, അപ്പോൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. വയർ ബാൻഡും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരു 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. മെറൂൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് മാത്രമാണ് കേട്ടോ. ഇത്ര ബീഡ്സൊന്നും വേണ്ട. നമുക്ക് കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ സൈസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 4mm ആണ്. ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഈ ഒരു വയർ ബാൻഡിൻ്റെ ഈ ഒരു അറ്റത്ത് കുറച്ച് നമുക്കൊന്ന് കയറ്റിയിട്ട് ഇതാക്കാം. നമ്മൾ ഇവിടെ എൻ്റെ ടാപ്പ് ഒക്കെ ഒട്ടിക്കുന്നതാണ്. 2 കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു കെട്ടിട്ട് എന്നിട്ട് ഒരു കെട്ടും കൂടി നല്ല മെലിച്ച് കൊടുക്കുക കേട്ടോ. നല്ല മെലിച്ച് കൊടുത്തിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ബീഡ്സ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടി കുറച്ച് ബീഡ്സ് കോർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എത്ര സൈസുള്ള ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരേ സൈസ് കൊടുക്കാതെ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് ചെറുത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ കുറച്ചൊരു ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ കുറച്ചും കൂടി വലുത് കൊടുക്കുക. പിന്നെയും ഈ നോർമലായിട്ട് നമ്മൾ ചെറുത് കൊടുക്കുക. അങ്ങനെ കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ബീഡ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ, എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ബീഡ് നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ട് ഈ ഒരു റിബൺ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുകയാണ്. അടുത്ത ബീഡ്സും എടുത്തു. ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ നമ്മൾ ഇത് നിങ്ങളിങ്ങനെ വലിച്ച് ഇങ്ങനെ ചെറുതാക്കി അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ രീതിക്കാക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഇത് വലിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലൊരു ഡിസൈൻ വരും കേട്ടോ. ഇത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയാവും കേട്ടോ കാണാൻ. ഇവിടെ വെച്ച് ചെറുതാക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമ്മളൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒരു 3 എണ്ണം ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇത് മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ടാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് ടാപ്പ് ഒട്ടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാവും. അല്ലെങ്കിൽ നിങ്ങളിത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ എങ്ങനെ കെട്ടിട്ടെന്ന് പറഞ്ഞാലും ഇത് ചിലപ്പോൾ നമ്മളാണ്ട് പിടിച്ച് വലിക്കുമ്പോഴേക്കും ഇത് ഇത്രയും വയർ ബാൻഡല്ലേ ഇതിലുള്ളത്, അത് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെയും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏതൊരു തുടക്കക്കാർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സിമ്പിളല്ലേ. പക്ഷേ നിങ്ങൾ ഇത് കെട്ടിടുന്നതൊന്നാണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വീഡിയോ നേരം പോലെ കണ്ട് ശ്രദ്ധിച്ചൊന്ന് കെട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും കേട്ടോ.
പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. വേറെ നമുക്ക് ഒരുപാട് ഐറ്റത്തിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ഗ്ലൂ യൂസ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും നമുക്ക് വരുന്നില്ല. വേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഒന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിക്ക് നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു എൻഡ് ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലൂവിൻ്റെ തന്നെ ആവശ്യമില്ല. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഗ്രോസ് ഗ്രെയിനാണ് കേട്ടോ ഞാൻ താഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവുമ്പോൾ നമുക്ക് ഗ്ലൂ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ എൻഡ് ടാപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമുക്ക് വേറെ ഒന്നുമില്ലാതെ ഇത് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ കഴിയുകയും ചെയ്യും. നമുക്ക് പല കളേഴ്സിൽ നല്ല ഭംഗിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്താലാണ് നമുക്കറിയുള്ളൂ. എന്നാലാണ് നമുക്ക് വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കിട്ടുള്ളൂ. നമുക്ക് കുറേ ലൈക്സും കാര്യങ്ങളും കമൻസും നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപയോഗം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഹെയർ ബാൻഡിന് നമുക്ക് സൂചിയോ നൂലോ പശയോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ആകെ വരുന്ന ചിലവെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരയിഞ്ചിൻ്റെ ശരിക്കും 5 രൂപയ്ക്കാണ് ഈ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു സാറ്റിൻ റിബൺ 1 മീറ്ററിന്. നമ്മൾ പക്ഷേ എല്ലാം സ്റ്റോക്ക് ഒഴിവാക്കുന്ന കാരണം കൊണ്ട് വെറും 3 രൂപക്കാണ്. 1 ഇഞ്ചിൻ്റെയാണ് നമ്മൾ 5 രൂപക്ക് കൊടുക്കുന്നത്. അര ഇഞ്ചിൻ്റെയും വെറും 3 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് 3 രൂപയാണ് നമുക്ക്. ഇപ്പോൾ 1 മീറ്ററാണ് ഇതിലെടുത്തിട്ടുള്ളത്. 3 രൂപ അതിനും. അതുപോലെ നമ്മൾ വയർ ബാൻഡ് 2.50-നാണ് കൊടുക്കുന്നത്. അപ്പോൾ 5.50 രൂപയാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് ആവുന്നത്. പിന്നെ ബീഡ്സ് ഇപ്പോൾ എന്തായാലും ഒരു 10 രൂപക്കൊക്കെ ഉള്ള ബീഡ്സാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 15 രൂപയാണ് നമുക്കിതിന് ചിലവ് വരുന്നുള്ളൂ. 10 രൂപയുടെ ബീഡ്സും ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ കുറച്ചും കൂടിയും കൂടുതലൊക്കെ കൊടുക്കാറുണ്ട് ബീഡ്സൊക്കെ. എല്ലാം നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും 10-15 രൂപ മുതൽ മുടക്കിലാണ് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 1 മീറ്റർ ഇതിന് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും 1 മീറ്റർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ 1 മീറ്റർ കട്ട് ചെയ്യാതെ ഒരു 1.5 മീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി 1 മീറ്റർ നിങ്ങളുടെ അടുത്ത് ആകുള്ളെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യാതെ ഒരു 1.5 മീറ്റർ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ബാലൻസ് നമുക്ക് വന്നാലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ഇത്രയും വർക്ക് ചെയ്തിട്ട് പിന്നെ അത് ലാസ്റ്റൊക്കെ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ലേ. ഇത് ശരിക്കും 1 മീറ്റർ എനിക്കിത് തികഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 1 മീറ്ററാണ് ഞാൻ അളന്നെടുത്തതായിരുന്നു. നിങ്ങൾക്ക് ഇത് പറഞ്ഞ് എത്രയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരു അളവ് വേണ്ടേന്നുള്ള രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും ഇനി ഗ്രോസ് ഗ്രെയിനും കൂടി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഗ്രോസ് ഗ്രെയിൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം ഇത്ര ഉള്ളെങ്കിൽ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഇവിടെ ഇത് കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക 2 ഭാഗത്തും. അതേപോലെ ഈ ഭാഗം നമുക്കിങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണിലാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗവും ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ഈ ഭാഗമാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹെയർ ആക്സറീസിൻ്റെ മേക്കിംഗ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ചൊരു കുറവാണെന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് നല്ല വെറൈറ്റി മോഡൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. ഇനിയും മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ.
പിന്നെ മെറ്റീരിയൽസൊക്കെ വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ.